സമയത്തിനകം പുറത്തിറക്കിയേക്കും. സഹതടവുകാരനായിരുന്ന ജിൻസൺ നമുക്കൊപ്പം ചേരുകയാണ്. സാക്ഷിയാണ് ജിൻസൺ. ഇപ്പോൾ ജിൻസൺ, പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വിചാരണ കോടതി. സുനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും പുറത്തുവിടാൻ, അത് എന്ത് പുറത്തു വന്നാലും അത് സുനി പുറത്തുവിട്ടു എന്ന് വരുന്ന ഒരു സാഹചര്യമായിരിക്കുമല്ലോ ഉണ്ടാവുക. ജിൻസൺ തന്നെ നേരത്തെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതുമാണ്. ഈ ജാമ്യം കിട്ടിയ വേളയിൽ കർശന വ്യവസ്ഥകളൊക്കെയുണ്ട്. എന്താണ് ജിൻസണിന് തോന്നുന്നത്? വ്യവസ്ഥകളുണ്ടെന്ന് അറിയാം, അത് അങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ അത് എന്തൊക്കെയാണ് വ്യവസ്ഥകൾ എന്നുള്ളത് ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് സാക്ഷികളെ സ്വാധീനിക്കരുത്, സാക്ഷികളെ കാണരുത് എന്നൊക്കെയുണ്ട്. ായിട്ടും എല്ലാ കോടതിയിലും നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. പക്ഷെ സ്വാധീനിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അതായത് സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് കോമൺ ആയിട്ടുള്ള ഒരു നിയമങ്ങളൊക്കെയാണ്. പക്ഷെ സാക്ഷികളെ സ്വാധീനിച്ചതിൽ പ്രകാരമുണ്ടായ കേസുകളും മറ്റു കാര്യങ്ങളും എവിടെ എത്തി? എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നാളിതുവരെയായിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ പിന്നെ ചുമ്മാ പേരിന് ഇത്തരം ഒരു നിർദ്ദേശങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതൊന്നല്ല. അതായത് സ്വന്തം അമ്മേനെ പോലും കാണാൻ പറ്റില്ല എന്ന് അങ്ങനെ എന്തോ ഒരു ഇതുണ്ടെന്ന് ഇപ്പൊ പറയുന്നത് കേട്ടു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. സാക്ഷികളെ കാണരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് പറയുമ്പോൾ പൾസർ സുനിയുടെ അമ്മയും സാക്ഷിയാണല്ലോ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി ഉത്തരവ് പുറത്തു വരണം. ഇക്കാര്യത്തിൽ അമ്മയെ കാണരുത് എന്നൊന്നും വ്യവസ്ഥയിൽ വരാൻ സാധ്യതയില്ല. എന്തോ പറയുന്ന പോലെ എനിക്ക് കേട്ട പോലെ തോന്നി. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് സ്വന്തം വീട്ടിലേക്കല്ല, 7.5 വർഷത്തോളം ജയിലിൽ കിടന്നിട്ട് സ്വന്തം അമ്മേനെ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോകാൻ പറ്റാതെ അയാൾ എങ്ങോട്ട് പോകും? അപ്പോൾ അതൊന്നും എനിക്കറിയില്ല. പൊതുവെ കേട്ടത് വെച്ച് ഇറങ്ങട്ടെ. 7.5 വർഷമായിട്ട് ജയിലിൽ കിടന്ന ആളല്ലേ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം കാണേണ്ടവരെയൊക്കെ കണ്ട്, പിന്നെ മറ്റ് വാ മൂടി കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? അതിപ്പോ കോടതി നിർദ്ദേശിക്കും. ഇപ്പൊ കോടതി പറയുന്നതാണല്ലോ കാര്യങ്ങൾ, അല്ലാണ്ട് അതിനപ്പുറത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. കോടതി പോലും പല കാര്യങ്ങളും ഇവിടെ തെറ്റായിട്ടുള്ള നടത്തിയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഇപ്പൊ തന്നെ പല ഹാഷ് വാല്യൂ മാറി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കേട്ടു. അതിനെതിരെ എന്തെങ്കിലും നടപടി കൂടി ഉണ്ടായോ? പൾസർ സുനി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ അത് മുതലാക്കാൻ ശ്രമിക്കുന്നത് ആരായിരിക്കും? സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി. അത് മറ്റ് ഇതിനകത്ത് ആകെ ഒരു ആശങ്ക ഉണ്ടാവുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഇതില് പൾസർ സുനിയുടെ കയ്യിൽ ഒറിജിനൽ ഫോൺ ഉണ്ട് എന്നുള്ളൊരു അഭ്യൂഹം മൊത്തത്തിലുണ്ട്. ആ ഫോൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിന്റെ വിഷ്വൽസ്, വീഡിയോസ് പല ആളുകളും കണ്ടിട്ടുണ്ട് എന്നുള്ളത് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണാനിടയായിട്ടുണ്ട്. അതൊക്കെ പുറത്ത് ഇനി വന്നാൽ അത് ആരാണോ അത് അത്തരം കാര്യങ്ങൾ എന്തിനാണോ അത് എടുത്തത്, അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണോ എടുത്തത്, അവർക്ക് അവരുടെ ഉദ്ദേശങ്ങൾ എന്താണോ ചിലപ്പോൾ ഒരു പക്ഷേ ഇനി നടപ്പിലാക്കിയേക്കാൻ സാധ്യതയുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ട് എന്ന് ജിൻസൺ കരുതുന്നുണ്ടോ? കാരണം ഇപ്പോൾ സുനി ഇനി ഉപയോഗിക്കാൻ പോകുന്ന സിം കാർഡാണ് നിരീക്ഷണത്തിൽ വരിക. നേരത്തെ ഉണ്ടായിരുന്ന അതൊന്നുമല്ല. പുറത്തുവിടുന്നത് സുനി പുറത്തുവിടുമെന്ന് ഞാൻ വിചാരിക്കണില്ല. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞതുപോലെ അവൻ 7.5 വർഷത്തോളം ജയിലിൽ കിടന്നിട്ട് എങ്ങനെയാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും അകത്തേക്ക് പോകാനുള്ള ഒരു പണി അവനായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. പക്ഷെ അത് വെച്ച് വേറെ മറ്റു പലരും മുതലെടുക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ആശങ്ക ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ആ ഒരു ആശങ്ക തന്നെയാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നത് 8ാം പ്രതിയെയാണോ? 8ാം പ്രതിയാണല്ലോ ഇത് ചെയ്യിച്ചതെന്നാണല്ലോ സുനി എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ അങ്ങനെ ആവൂലോ, സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ വരുള്ളൂ. ഇക്കാര്യത്തിൽ താങ്കളോട് പറഞ്ഞത് തന്നെ ഇനിയിപ്പോൾ തെളിയിക്കപ്പെടണം. അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ കേസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് സുനി പുറത്തിറങ്ങുന്നത്. ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നു. ജിൻസൺ, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഊഹിച്ചിട്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സംഭവിക്കാനുള്ള സംഭവം യുഗേ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ജിൻസൺ, പ്രതികരിച്ചതിന് നന്ദി. സാക്ഷി ജിൻസണോടാണ് പല കാര്യങ്ങളും സുനി പറഞ്ഞതും ജിൻസൺ അത് പുറത്ത് പറയുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ജിൻസൺ പറയുന്നത് സുനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒറിജിനൽ ഫോൺ അത് എവിടെയാണുള്ളത്, അത് സുനിയുടെ കയ്യിൽ തന്നെയുണ്ടോ, സുനിക്ക് അത് എവിടെയാണെന്ന് അറിയുമോ തുടങ്ങിയ കാര്യങ്ങൾ, അതിൽ ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കരുത്, ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ കർശന വ്യവസ്ഥകൾ, പ്രോസിക്യൂഷൻ വെച്ച ഉപാധികളൊക്കെ കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജാമ്യം ലഭിക്കുന്ന വേളയിൽ ഏറ്റവും പ്രധാനം. സുനിയെ സബ് ജയിലിലേക്ക് മാറ്റുന്നു. വൈകിട്ടോടെ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. തിരികെ എത്താം.